പുലർച്ചെ 4 മണി. അലാറം മുഴങ്ങുന്നതിന് മുൻപേ ജസ്റ്റിസ് മാധവൻ മേനോൻ ഉറക്കമുണർന്നു. അതൊരു ശീലമായിരുന്നു, ചിട്ട തെറ്റാത്ത ജീവിതത്തിന്റെ ഭാഗം. പുറത്ത് ഇരുട്ട് മാഞ്ഞിരുന്നില്ല. ജനലഴികളിലൂടെ അരിച്ചെത്തിയ തണുത്ത കാറ്റ് അദ്ദേഹത്തിന്റെ നരച്ച മുടിയിഴകളെ മെല്ലെ തലോടി. അദ്ദേഹം എഴുന്നേറ്റ് ലൈബ്രറിയിലേക്ക് നടന്നു. ആ വീടിന്റെ ഹൃദയമായിരുന്നു ആ മുറി. ചുമരുകൾ നിറയെ നിയമപുസ്തകങ്ങൾ. അവയുടെ ഗന്ധം അദ്ദേഹത്തിന് പ്രാണവായുവായിരുന്നു. ഓരോ പുസ്തകവും ഓരോ നിയമസംഹിതയും അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. കഴിഞ്ഞ 35 വർഷത്തെ ഔദ്യോഗിക ജീവിതം ആ ചുമരുകൾക്കുള്ളിൽ ഭദ്രമായിരുന്നു. നീതിദേവന്റെ പ്രതിപുരുഷൻ എന്ന് സഹപ്രവർത്തകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ അതിലൊട്ടും അതിശയോക്തിയില്ലെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. കർക്കശക്കാരൻ, സത്യസന്ധൻ, നിയമത്തിന്റെ അവസാന വാക്ക്. വിരമിക്കാൻ ഇനി മാസങ്ങൾ മാത്രം. കളങ്കമില്ലാത്ത ഒരു കരിയർ. തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനം മാത്രം. പുലർച്ചെയുള്ള യോഗയും പ്രാണായാമവും കഴിഞ്ഞ് അദ്ദേഹം പത്രങ്ങളിലേക്ക് കണ്ണോടിച്ചു. പതിവുപോലെ താൻ വിധി പറഞ്ഞ കേസുകളെക്കുറിച്ചുള്ള വാർത്തകൾ അദ്ദേഹം ശ്രദ്ധയോടെ വായിച്ചു. ഒരു ചെറിയ പിഴവ് പോലും തന്റെ വിധിന്യായങ്ങളിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ചായയെടുക്കട്ടെ. ഭാര്യ സരസ്വതിയുടെ ശബ്ദം അദ്ദേഹത്തെ ചിന്തകളിൽ നിന്നുണർത്തി. വേണ്ട, കോടതിയിലേക്കിറങ്ങാൻ സമയമായി. ഗൗരവം വിടാതെ അദ്ദേഹം പറഞ്ഞു. സരസ്വതിക്ക് ആ ഭാവം പരിചിതമായിരുന്നു. ആ ഗൗരവത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ സ്നേഹമുള്ള ഒരു മനസ്സുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ആ കോട്ട ഭേദിച്ചു പുറത്തുവരാൻ അദ്ദേഹം ആരെയും അനുവദിച്ചിരുന്നില്ല, അവരെപ്പോലും. അദ്ദേഹം കോടതിയിലേക്ക് യാത്രയായി. നഗരത്തിന്റെ ബഹളങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ മനസ്സ് ശാന്തമായിരുന്നു. ഇന്ന് തീർപ്പാക്കേണ്ട കേസുകളുടെ ഫയലുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞുവന്നു. ഓരോന്നും നീതിയുടെ തുലാസിൽ കൃത്യമായി തൂക്കിനോക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജസ്റ്റിസ് മാധവൻ മേനോൻ. അന്നത്തെ കോടതി നടപടികൾ സാധാരണ പോലെ മുന്നോട്ടുപോയി. ഉച്ചയ്ക്ക് ശേഷം പരിഗണനയ്ക്ക് വന്നത് കുറെ നിസാര കേസുകളായിരുന്നു. പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കിയവർ, പിഴയടയ്ക്കാത്തവർ, അങ്ങനെയുള്ളവർ. അവരുടെ കൂട്ടത്തിലാണ് ജസ്റ്റിസ് മാധവൻ മേനോൻ അയാളെ ആദ്യമായി കാണുന്നത്. പ്രതിക്കൂട്ടിൽ കയറി നിന്ന ആ മനുഷ്യന് ഏകദേശം 60 മുകളിൽ പ്രായം തോന്നും. അഴുക്കുപുരണ്ട കീറിയ വസ്ത്രങ്ങൾ, ജടപിടിച്ച താടിയും മുടിയും, കാലത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങിയ ഒരു മുഖം. കണ്ണുകളിൽ ദൈന്യതയും നിസ്സംഗതയും ഒരുപോലെ നിഴലിച്ചിരുന്നു. പേര്? കോടതിയിലെ ഗുമസ്തൻ ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞില്ല. തലകുനിച്ചു നിന്നു. പ്രതിക്ക് കേൾവിക്ക് തകരാറുണ്ടോ? ജഡ്ജി പോലീസുകാരനോട് തിരക്കി. ഇല്ല സർ, കുറച്ചു ദിവസമായി നഗരത്തിൽ അലഞ്ഞുതിരിയുന്നു. ചോദിക്കുന്നതിനൊന്നും വ്യക്തമായ മറുപടിയില്ല, പോലീസുകാരൻ പറഞ്ഞു. ജസ്റ്റിസ് മാധവൻ മേനോൻ അയാളെ സൂക്ഷിച്ചു നോക്കി. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു രൂപം. സമൂഹത്തിനൊരു ഭാരം. നിയമം അതിന്റെ വഴിയേ പോകണം. പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്തു. കുറ്റം സമ്മതിക്കുന്നുണ്ടോ? ആ വൃദ്ധൻ മെല്ലെ തലയുയർത്തി ജഡ്ജിയെ നോക്കി. ആ നോട്ടത്തിന് ഒരു നിമിഷം ജഡ്ജിയുടെ ഉള്ളിലൊന്ന് തട്ടിയതുപോലെ തോന്നി. പക്ഷേ അദ്ദേഹം അത് കാര്യമാക്കിയില്ല. ഇത്തരം കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു പാഠം ആവശ്യമാണ്. പ്രതിക്ക് 2 ദിവസത്തെ സാധാരണ തടവ് വിധിക്കുന്നു. ഒരു ചുറ്റികയുടെ ശബ്ദത്തിൽ ആ വിധി നടപ്പിലായി. യാതൊരു ഭാവഭേദവുമില്ലാതെ പോലീസുകാർ അയാളെയും കൂട്ടി പുറത്തേക്ക് പോയി. ജസ്റ്റിസ് മാധവൻ മേനോന്റെ മനസ്സിൽ ആ സംഭവം ഒരു ഓളം പോലും ഉണ്ടാക്കിയില്ല. അന്നത്തെ 100 കണക്കിന് കേസുകളിൽ ഒന്ന്, അത്രമാത്രം. അന്ന് രാത്രി വീട്ടിലിരുന്ന് അടുത്ത ദിവസത്തെ കേസുകൾ പഠിക്കുമ്പോഴും സരസ്വതിയുമായി സംസാരിക്കുമ്പോഴും ആ ഭിക്ഷക്കാരന്റെ രൂപം അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. അത് തികച്ചും സാധാരണമായ ഒരു ദിവസം മാത്രമായിരുന്നു. 2 ദിവസങ്ങൾ കടന്നുപോയി. അതൊരു ഞായറാഴ്ചയായിരുന്നു. പതിവില്ലാതെ ജസ്റ്റിസ് മാധവൻ മേനോൻ പൂന്തോട്ടത്തിലിറങ്ങി ചെടികളെ പരിപാലിക്കുകയായിരുന്നു. മനസ്സിന് അല്പം വിശ്രമം നൽകുന്ന നിമിഷങ്ങൾ. അപ്പോഴാണ് ഗേറ്റിന് പുറത്ത് ഒരാൾ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അതേ ഭിക്ഷക്കാരൻ. പക്ഷേ ഇന്നയാളുടെ വസ്ത്രങ്ങൾ അത്ര മുഷിഞ്ഞിരുന്നില്ല. ആരോ കൊടുത്തതാവാം. 2 ദിവസത്തെ ജയിൽവാസം അയാളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് തോന്നി. ജഡ്ജി അയാളെ അവഗണിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ അവിടെ തന്നെ നിന്നു. ഭിക്ഷ ചോദിക്കുന്ന ലക്ഷണമില്ല. ഗേറ്റിന്റെ അഴികളിൽ പിടിച്ച് അകത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നി. അദ്ദേഹം ഗേറ്റിനടുത്തേക്ക് നടന്നു. എന്താടോ വേണ്ടത്? ഭിക്ഷ തരാൻ ഇവിടെ സൗകര്യമില്ല.
ശബ്ദത്തിൽ പതിവുള്ള ഗൗരവം നിറഞ്ഞു. ആ മനുഷ്യൻ ഭയന്നില്ല. പകരം ശാന്തമായി അദ്ദേഹത്തെ നോക്കി. എനിക്ക് ഭിക്ഷയൊന്നും വേണ്ട സാറേ. പിന്നെ എന്തിനാ ഇവിടെ വന്നു നിൽക്കുന്നത്? പോലീസിനെ വിളിക്കണോ? ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. അയാളുടെ ശബ്ദം നേർത്തിരുന്നു. ജസ്റ്റിസ് മാധവൻ മേനോന് ദേഷ്യം വന്നു. എന്നെ കണ്ടിട്ടെന്തിനാ? എന്നെ നിനക്കറിയാമോ? അതായിരുന്നു ആ ചോദ്യം. അതിൻ്റെ മറുപടി ഒരു ഇടിമുഴക്കം പോലെയാണ് അദ്ദേഹത്തിന്റെ കാതുകളിൽ പതിച്ചത്. ആ വൃദ്ധൻ മെല്ലെ പറഞ്ഞു, സാറിന് എന്നെ ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എനിക്ക് സാറിനെ ഓർമ്മയുണ്ട്. 20 വർഷം മുൻപ്, കൊല്ലം 1995. കേസ് നമ്പർ 302. കല്ലൂർ ക്ഷേത്രത്തിലെ വിഗ്രഹമോഷണ കേസ്. ഓരോ വാക്കും ജസ്റ്റിസ് മാധവൻ മേനോന്റെ ഹൃദയത്തിൽ തറച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ താളുകൾ അതിവേഗം പുറകിലേക്ക് മറിഞ്ഞു. ചെറുപ്പക്കാരനായ ഒരു ജഡ്ജിയായി തന്റെ കരിയർ തുടങ്ങിയ കാലം, കോളിളക്കം സൃഷ്ടിച്ച ആ കേസ്, അതിലെ പ്രതി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിടർന്നു. ശരീരം ചെറുതായി വിറച്ചു. അവിശ്വസനീയതയോടെ അദ്ദേഹം മുന്നിൽ നിൽക്കുന്ന രൂപത്തെ അടിമുടി നോക്കി. കാലം മായ്ച്ചുകളഞ്ഞ ആ മുഖം ഓർമ്മയുടെ കോണുകളിൽ എവിടെയോ തെളിഞ്ഞുവരുന്നു. രാഘവൻ അറിയാതെ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു പുഞ്ചിരി വരുത്താൻ അയാൾ ശ്രമിച്ചു. പക്ഷേ അതൊരു കരച്ചിലായി മാറി. അതെ സാറേ, അന്ന് ആ കസേരയിലിരുന്ന് എന്റെ ജീവിതം ഇല്ലാതാക്കിയ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ജസ്റ്റിസ് മാധവൻ മേനോൻ തളർന്നുപോയി. ലോകം തലകീഴായി മറിയുന്നതുപോലെ തോന്നി. അദ്ദേഹം ഗേറ്റിന്റെ അഴികളിൽ മുറുകെ പിടിച്ചു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു. നീതിയുടെ ആ കോട്ടയുടെ അടിത്തറയിളകുകയായിരുന്നു. അന്ന് രാത്രി ജസ്റ്റിസ് മാധവൻ മേനോന് ഉറങ്ങാനായില്ല. രാഘവന്റെ മുഖവും വാക്കുകളും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ലൈബ്രറിയിലെത്തി. വിറയ്ക്കുന്ന കൈകളോടെ പഴയ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന അലമാര തുറന്നു. പൊടിപിടിച്ച ആ പഴയ ഫയൽ അദ്ദേഹം പുറത്തെടുത്തു. കേസ് നമ്പർ 302/1995. ഓരോ താളും മറിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പുകൂടി. അന്ന് താൻ വായിച്ച അതേ വരികൾ. പക്ഷേ ഇന്ന് അവയ്ക്ക് വേറെ അർത്ഥങ്ങളായിരുന്നു. സാഹചര്യ തെളിവുകൾ, നിർബന്ധത്തിന് വഴങ്ങി മൊഴിമാറ്റിയ സാക്ഷി, രാഘവന്റെ നിസ്സഹായമായ വാദങ്ങൾ. അന്ന് താൻ അതെല്ലാം അവഗണിച്ചു. പ്രോസിക്യൂഷന്റെ മിടുക്കിൽ കേസ് വേഗം തീർത്തതിന്റെ അഹങ്കാരത്തിൽ ഒരു നിരപരാധിയുടെ ജീവിതമാണ് താൻ ഹോമിച്ചതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഏട്ടാ, ഉറങ്ങിയില്ലേ? സരസ്വതിയുടെ ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടി. അദ്ദേഹത്തിന്റെ മുഖത്തെ അലച്ചിലും വിയർപ്പും അവർ ശ്രദ്ധിച്ചു. എന്തുപറ്റി? എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല, അദ്ദേഹം കള്ളം പറഞ്ഞു. ജീവിതത്തിലാദ്യമായി ഭാര്യയോട് ഒരു സത്യം മറച്ചുവെച്ചുകൊണ്ട് അദ്ദേഹം നിന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. ഓരോ മഴത്തുള്ളിയും അദ്ദേഹത്തിന്റെ മനസാക്ഷിക്കു നേരെയുള്ള ചാട്ടവാറടിയായി തോന്നി. ആ രാത്രി നീതിയുടെ കാവൽക്കാരൻ ആദ്യമായി ഒരു കുറ്റവാളിയെപ്പോലെ ആ ഇരുട്ടിൽ തനിച്ചിരുന്നു. തന്റെ വിധി കാത്ത്, തന്റെ പ്രായശ്ചിത്തം എന്തായിരിക്കുമെന്നറിയാതെ. അടുത്ത പ്രഭാതം ജസ്റ്റിസ് മാധവൻ മേനോന് ഒരു പുതിയ യുഗപ്പിറവി പോലെയായിരുന്നു. പതിവ് ചിട്ടകളെല്ലാം തെറ്റി. യോഗ ചെയ്യാനിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിൽ രാഘവന്റെ മുഖം മാത്രം. നിയമപുസ്തകങ്ങളിലേക്ക് നോക്കിയപ്പോൾ അക്ഷരങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നതായി തോന്നി. സത്യം, നീതി തുടങ്ങിയ വാക്കുകൾക്ക് താൻ ഇത്രയും കാലം നൽകിയിരുന്ന അർത്ഥം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ സരസ്വതി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഏട്ടന് തീരെ സുഖമില്ലേ? നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം. ഒന്നുമില്ല സരസ്വതി, അദ്ദേഹം നിർവികാരനായി പറഞ്ഞു. ഒരു തലവേദന മാത്രം. അതൊരു കള്ളമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് സത്യം പറയുക? തന്റെ കൈപ്പിഴ കൊണ്ടൊരു നിരപരാധിയുടെ ജീവിതമില്ലാതായെന്ന് എങ്ങനെയാണ് ഭാര്യയോട് പറയുക? തന്റെ സത്യസന്ധതയിൽ അഭിമാനിക്കുന്ന ആ സ്ത്രീയുടെ മുന്നിൽ താനൊരു കുറ്റവാളിയാണെന്ന് എങ്ങനെ സമ്മതിക്കും? അന്ന് കോടതിയിൽ പോയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് അവിടെയായിരുന്നില്ല. വാദങ്ങളും പ്രതിവാദങ്ങളും അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങിയില്ല. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഓരോ മനുഷ്യനിലും അദ്ദേഹം രാഘവനെ തിരഞ്ഞു. തന്റെ ഒരു വിധി ഇനി എത്ര ജീവിതങ്ങളെയാവും മാറ്റിമറിക്കാൻ പോകുന്നതെന്ന ഭയം അദ്ദേഹത്തെ ആദ്യമായി പിടികൂടി. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. രാഘവനെ വീണ്ടും കണ്ടെത്തണം. ഇത്തവണ ഒരു ജഡ്ജിയായിട്ടല്ല, താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം തേടുന്ന ഒരു സാധാരണ മനുഷ്യനായി. സത്യം എന്താണെന്ന് തനിക്കറിയണം. ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ
ജസ്റ്റിസ് മാധവൻ മേനോൻ തന്റെ കാറിൽ നഗരത്തിലെ തെരുവുകളിലേക്കിറങ്ങി. അമ്പലങ്ങളുടെ മുന്നിലും ബസ് സ്റ്റാൻഡിന്റെ കോണുകളിലും അദ്ദേഹം അയാളെ തിരഞ്ഞു. ഒടുവിൽ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ ശൂന്യതയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന രാഘവനെ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം കാറൊതുക്കി രാഘവന്റെ അടുത്തേക്ക് നടന്നു. ജഡ്ജിയെ കണ്ടപ്പോൾ രാഘവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. "വേണ്ട, ഇരിക്കൂ," മാധവൻ മേനോൻ അയാളുടെ തോളിൽ കൈവച്ചു പറഞ്ഞു. ശബ്ദം ആർദ്രമായിരുന്നു. അദ്ദേഹം രാഘവന്റെ അരികിലിരുന്നു. ചുറ്റുമുള്ള ലോകം അവരെ ശ്രദ്ധിക്കുന്നതായി തോന്നിയില്ല. "രാഘവൻ, എനിക്ക് സംസാരിക്കണം." രാഘവൻ ഒന്നും മിണ്ടിയില്ല. അയാളുടെ കണ്ണുകളിൽ ചോദ്യങ്ങളോ പരിഭവങ്ങളോ ഉണ്ടായിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടവന്റെ നിർവികാരത മാത്രം. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? രാഘവന്റെ ജീവിതം അതെങ്ങനെയായിരുന്നു? ജഡ്ജി ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഒരു ഓർമ്മയുടെ വാതിൽ മെല്ലെ തുറന്നു. രാഘവന്റെ കണ്ണുകളിൽ ഒരു നേരിയ തിളക്കം വന്നു. അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഫ്ലാഷ്ബാക്ക്. "ഞാനൊരു ശില്പിയായിരുന്നു സാറേ. മരത്തിൽ കൊത്തുപണി. അപ്പനായിരുന്നു പഠിപ്പിച്ചത്. കല്ലൂർ ഗ്രാമത്തിൽ എനിക്കൊരു ചെറിയ പണിപ്പുരയുണ്ടായിരുന്നു. എന്റെ ലക്ഷ്മിയും മോള് ഗൗരിയും അതായിരുന്നു എന്റെ ലോകം." രാഘവന്റെ ഓർമ്മകളിൽ ആ പഴയ ഗ്രാമം തെളിഞ്ഞു. പുഴയുടെ കരയിലുള്ള ചെറിയ വീട്, മുറ്റത്തെ മാവിൻ ചുവട്ടിലിരുന്ന് മരത്തിൽ രൂപങ്ങൾ കൊത്തിയെടുക്കുന്ന രാഘവൻ, കളിച്ചും ചിരിച്ചും ചുറ്റും ഓടി നടക്കുന്ന ചെറിയ മകൾ ഗൗരി, സ്നേഹത്തോടെ ചായ കൊണ്ടുവരുന്ന ഭാര്യ ലക്ഷ്മി, സന്തോഷത്തിന്റെ നിറങ്ങളുള്ള ഒരു കൊച്ചു കുടുംബചിത്രം. അമ്പലത്തിലെ ഉത്സവത്തിന് പുതിയൊരു തേര് പണിയുന്ന പണി എനിക്കായിരുന്നു കിട്ടിയത്. രാവും പകലും ഞാനതിനു വേണ്ടി പണിയെടുത്തു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാനതിനെ കണ്ടത്. എന്റെ മോളെ തേരിലിരുത്തി ഗ്രാമം ചുറ്റിക്കണം എന്നായിരുന്നു എന്റെ സ്വപ്നം. പറഞ്ഞു നിർത്തിയപ്പോൾ രാഘവന്റെ ശബ്ദം ഇടറിയിരുന്നു. ആ വർണ്ണചിത്രം എപ്പോഴോ മാഞ്ഞുപോയിരുന്നു. രാഘവന്റെ കഥ കേട്ടപ്പോൾ മാധവൻ മേനോന്റെ ഉള്ളിലെ കുറ്റബോധം ഒരു കനലായി എരിയാൻ തുടങ്ങി. ഇത് വെറുമൊരു കേസ് ഫയലല്ല, ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ ചാരമാണ് തന്റെ മുന്നിലുള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അന്നു തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഈ കേസ് രഹസ്യമായി പുനരന്വേഷിക്കണം. ഔദ്യോഗികമായി അതിന് സാധ്യമല്ല. അത് തന്റെ കരിയറിനെ മാത്രമല്ല, ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യും. അദ്ദേഹം തന്റെ പഴയ വിശ്വസ്തനായ ഹെഡ് ക്ലർക്ക് ഗോപാലൻ പിള്ളയെ വിളിപ്പിച്ചു. വിരമിച്ചെങ്കിലും ജഡ്ജിയുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു അയാൾ. "പിള്ളേ, എനിക്കൊരു സഹായം വേണം. വളരെ രഹസ്യമായിരിക്കണം." ജഡ്ജിയുടെ മുഖഭാവം ഗോപാലൻ പിള്ളയിൽ ആകാംക്ഷയുണർത്തി. "സാറ് പറഞ്ഞോളൂ." 20 വർഷം മുൻപത്തെ ഒരു കേസ്, കല്ലൂർ വിഗ്രഹമോഷണ കേസ്. ആ കേസ് ഫയലിലെ ചിലരെക്കുറിച്ച് എനിക്കറിയണം. അദ്ദേഹം 2 പേരുകൾ എഴുതിക്കൊടുത്തു. അഡ്വക്കേറ്റ് നമ്പ്യാർ, അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ. ചന്ദ്രൻ, കേസിലെ പ്രധാന ദൃക്സാക്ഷി. നമ്പ്യാർ ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് വക്കീലാണ്, കൊച്ചിയിലാണ്. അയാളുടെ വിവരങ്ങൾ കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഈ ചന്ദ്രൻ, അയാളെയാണ് എനിക്കറിയേണ്ടത്. അയാൾക്ക് എന്ത് സംഭവിച്ചു? എവിടെയാണിപ്പോൾ? "ഞാൻ ശ്രമിക്കാം സർ, പക്ഷേ ഇത്രയും പഴയ കേസ് എന്തിനാണിപ്പോൾ?" ഗോപാലൻ പിള്ള സംശയത്തോടെ ചോദിച്ചു. "ചിലപ്പോൾ നീതി വൈകിയാവാം നടപ്പാകുന്നത് പിള്ളേ. ചിലപ്പോൾ നമ്മൾ തന്നെയാവാം അത് വൈകിപ്പിക്കുന്നത്." ആത്മഗതം പോലെ ജഡ്ജി പറഞ്ഞു. ഗോപാലൻ പിള്ളയ്ക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും ജഡ്ജിയുടെ വാക്കുകളിലെ ഭാരം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അയാൾ ആ ദൗത്യം ഏറ്റെടുത്തു. ലൈബ്രറിയിലെ തണുപ്പിലിരുന്ന് മാധവൻ മേനോൻ വീണ്ടും ആ ഫയലിലെ അറസ്റ്റിന്റെ വിശദാംശങ്ങൾ വായിച്ചു. പോലീസിന്റെ റിപ്പോർട്ട്. അതിലെ ഓരോ വാക്കും ഇപ്പോൾ അദ്ദേഹത്തിന് വിഷം പുരട്ടിയതുപോലെ തോന്നി. ഫ്ലാഷ്ബാക്ക്. അന്നൊരു സന്ധ്യാസമയമായിരുന്നു. തേര് പണി കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ രാഘവൻ. ഗൗരിയെ മടിയിലിരുത്തി കഥ പറഞ്ഞുകൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ജീപ്പിന്റെ ശബ്ദം മുറ്റത്ത് വന്നു നിന്നത്. 2 പോലീസുകാർ അകത്തേക്ക് കയറി വന്നു. "രാഘവൻ, ആരാണ്?" "ഞാനാണ്. നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു." ഒന്നും മനസ്സിലാവാതെ രാഘവൻ സ്തബ്ധനായി നിന്നു. "എന്തിന്? ഞാനെന്ത് തെറ്റ് ചെയ്തു?" "അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇറങ്ങിവാടാ." ലക്ഷ്മി കരഞ്ഞുകൊണ്ട് അവരുടെ കാലുപിടിച്ചു. "അദ്ദേഹം ഒരു പാവമാണ് സാറേ. ഒരു തെറ്റും ചെയ്യില്ല." പോലീസുകാർ അവളെ തള്ളിമാറ്റി. പേടിച്ചുപോയ ഗൗരി അലറിക്കരഞ്ഞു. ആ കരച്ചിലിനിടയിലൂടെ അവർ രാഘവനെ ജീപ്പിലേക്ക് വലിച്ചുകയറ്റി. ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കെ ഒരു കുറ്റവാളിയെപ്പോലെ അവൻ ആ ജീപ്പിലിരുന്ന് അകന്നുപോയി.
തന്റെ ജീവിതത്തിലെ വെളിച്ചം അണഞ്ഞുപോകുന്നത് അവൻ കണ്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഗോപാലൻ പിള്ള ഒരു വിവരവുമായി വന്നു. സർ, അഡ്വക്കേറ്റ് നമ്പ്യാർ കൊച്ചിയിലെ ഏറ്റവും വിലപിടിച്ച വക്കീലാണ്. ഒരു കേസ് വാദിക്കാൻ ലക്ഷങ്ങളാണ് ഫീസ്. രാഷ്ട്രീയത്തിലും നല്ല പിടിപാടുണ്ട്. ചന്ദ്രനോ? ജഡ്ജി ആകാംക്ഷയോടെ ചോദിച്ചു. ഗോപാലൻ പിള്ളയുടെ മുഖം മങ്ങി. സർ, ആ ഗ്രാമത്തിൽ ഞാനൊന്ന് വിളിച്ചന്വേഷിച്ചു. കേസ് കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ചന്ദ്രൻ ഗ്രാമം വിട്ടുപോയി. ഒരുപാട് പണം കിട്ടിയെന്നും മുംബൈക്ക് പോയെന്നും ചിലർ പറയുന്നു. പക്ഷേ അതിനുശേഷം അയാളെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല. ചിലർ പറയുന്നത് അയാൾ ജീവനോടെയില്ലെന്നാണ്. ആ വിവരം ജസ്റ്റിസ് മാധവൻ മേനോന്റെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ഒരു സാധാരണ സാക്ഷി എന്തിനു നാടുവിടണം? അവനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അതോ പണം കൊടുത്തൊതുക്കിയോ? അദ്ദേഹം തീരുമാനിച്ചു താൻ തന്നെ കല്ലൂരിലേക്ക് പോകണം. വേഷം മാറി ഒരു സാധാരണക്കാരനായി. രാഘവന്റെ ഭൂതകാലത്തിന്റെ വേരുകൾ ആ മണ്ണിലാണ്. സത്യത്തിന്റെ ചില തുമ്പുകളും ഒരുപക്ഷെ അവിടെ തന്നെയാവാം. അടുത്ത ദിവസം ആരോടും പറയാതെ ഒരു പഴയ അമ്പലം സന്ദർശിക്കാനാണെന്ന വ്യാജേന ജസ്റ്റിസ് മാധവൻ മേനോൻ കല്ലൂർ എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. തന്റെ ഭൂതകാലം തിരുത്തിയെഴുതാനുള്ള ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. കല്ലൂർ ഗ്രാമം ഒരുപാട് മാറിയിരുന്നില്ല. 20 വർഷങ്ങൾ പുതിയ ചില കെട്ടിടങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഗ്രാമത്തിന്റെ ആത്മാവ് പഴയതു തന്നെയായിരുന്നു. ജസ്റ്റിസ് മാധവൻ മേനോൻ ഒരു ചരിത്ര വിദ്യാർത്ഥിയെപ്പോലെ വേഷം മാറി കല്ലൂർ ക്ഷേത്രത്തിലേക്ക് നടന്നു. തേരുപണി നടന്ന ആ പഴയ ശാല പൊളിച്ചു മാറ്റിയിരുന്നു. ക്ഷേത്രത്തിൽ പുതിയ കൊത്തുപണികൾ കാണാമായിരുന്നു. പക്ഷെ രാഘവന്റെ കൈകൾ തീർത്ത ശില്പങ്ങളുടെ ചാരുത അതിനുണ്ടായിരുന്നില്ല. അദ്ദേഹം ക്ഷേത്രത്തിലെ പ്രായം ചെന്ന ശാന്തിക്കാരനുമായി സംഭാഷണത്തിലേർപ്പെട്ടു. പഴയൊരു കേസിനെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ്. ഇവിടെയൊരു വിഗ്രഹമോഷണം നടന്നിരുന്നല്ലോ വർഷങ്ങൾക്ക് മുൻപ്. ശാന്തിക്കാരന്റെ മുഖം മങ്ങി. ഓർമ്മിപ്പിക്കില്ലേ സാറേ? ഈ ഗ്രാമത്തിന് കിട്ടിയ ഏറ്റവും വലിയ കളങ്കമായിരുന്നു അത്. രാഘവനെ പോലൊരു പാവം. അയാൾ കുറ്റക്കാരനായിരുന്നില്ലെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ജഡ്ജി ആകാംക്ഷയോട് ചോദിച്ചു. ഈശ്വരന് നിരക്കാത്തതൊന്നും ഞാൻ പറയില്ല. പക്ഷെ രാഘവൻ ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാത്തവനായിരുന്നു. ആ കൈകൾ കൊണ്ട് ദൈവത്തിന്റെ രൂപം കൊത്തിയെടുക്കാനേ അവനറിയാമായിരുന്നുള്ളൂ. മോഷ്ടിക്കാനറിയില്ലായിരുന്നു. എല്ലാം വിധി. അവിടെ നിന്നിറങ്ങി അദ്ദേഹം ഗ്രാമത്തിലെ പഴയ ചായക്കടയിലിരുന്നു. ചായക്കടക്കാരൻ വാസുപിള്ളയ്ക്ക് ഗ്രാമത്തിലെ ഓരോ തുടിപ്പും അറിയാമായിരുന്നു. പഴയ കാര്യങ്ങൾ കഥായർ ചോദിച്ചപ്പോൾ അയാൾക്കും പറയാനുണ്ടായിരുന്നത് രാഘവന്റെ നന്മയെക്കുറിച്ചായിരുന്നു. അവനെ കേസിൽ കുടുക്കിയ സാക്ഷിയില്ലേ ചന്ദ്രൻ, അവനായിരുന്നു ആ പീസ്. കേസ് കഴിഞ്ഞതും അവന്റെ കയ്യിൽ കാശ് ഝണझണാന്നു വന്നു. പിന്നെ അവനിവിടെ നിന്നിട്ടില്ല. മുംബൈക്ക് വണ്ടി കയറിയെന്ന കേട്ടത്. കള്ളപ്പണത്തിന്റെ മണം കിട്ടിയാൽ പിന്നെ അവനെ ഈ സ്തോറോനെ കാണില്ല. ഓരോ വാക്കുകളും മാധവൻ മേനോന്റെ സംശയങ്ങളെ ശരിവച്ചുകൊണ്ടിരുന്നു. രാഘവൻ നിരപരാധിയായിരുന്നു. ചന്ദ്രൻ കള്ളസാക്ഷി പറയുകയായിരുന്നു. പക്ഷേ ആരവനെക്കൊണ്ടത് പറയിപ്പിച്ചു? എന്തിന്? കല്ലൂരിൽ നിന്നും മടങ്ങിയെത്തി 2 ദിവസങ്ങൾ കഴിഞ്ഞു കാണും. ഒരു രാത്രി അദ്ദേഹത്തിന്റെ സ്വകാര്യ ഫോണിലേക്ക് അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു. അദ്ദേഹം ഫോൺ എടുത്തു. മറുതലയ്ക്കൽ നിശബ്ദത. ഹലോ. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം പരുക്കനായ ഒരു ശബ്ദം. ജഡ്ജ് മാധവൻ മേനോനാണോ? അതെ. ആരാണ്? പേരിലൊന്നും കാര്യമില്ല. പഴയ കാര്യങ്ങൾ വെറുതെ കുത്തിപ്പൊക്കരുത്. ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്താൻ നോക്കരുത്. ഉണർന്നാൽ ചിലപ്പോൾ കടിക്കും. വീട്ടിൽ ഭാര്യയും മകളുമൊക്കെ ഉള്ളതല്ലേ? ഓർക്കുന്നത് നല്ലതാ. അതിനു മുൻപ് അദ്ദേഹം മറുപടി പറയുന്നതിനു മുൻപ് കോൾ കട്ടായി. മാധവൻ മേനോന്റെ ശരീരം തണുത്തുറഞ്ഞുപോയി. ഇതൊരു ഭീഷണിയാണ്. താൻ കല്ലൂരിൽ പോയതും പഴയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ആരോ അറിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആദ്യമായി ആ ജഡ്ജിയുടെ കസേരയ്ക്ക് പുറത്ത് താൻ എത്രത്തോളം ദുർബലനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഭയം അദ്ദേഹത്തിന്റെ സിരകളിലൂടെ അരിച്ചു കയറി. ആ ഫോൺ കോൾ മാധവൻ മേനോനെ തളർത്തിക്കളഞ്ഞു. രാഘവന് നീതി വാങ്ങിക്കൊടുക്കാനുള്ള ആവേശം ഭയത്തിന് വഴിമാറി. തന്റെ കുടുംബത്തിന്റെ സുരക്ഷയായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യം. ഈ അന്വേഷണം ഇവിടെ നിർത്തിയാലോ? രാഘവനെ രഹസ്യമായി സഹായിച്ച് ഈ സത്യം തന്നോടൊപ്പം മണ്ണടിയട്ടെ എന്ന് വെച്ചാലോ? അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ടുഴറി. അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയും ഭയവും സരസ്വതി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി അവർ അദ്ദേഹത്തോട് തീർത്തു ചോദിച്ചു. എന്താ ഏട്ടാ നിങ്ങളെ അലട്ടുന്നത്? എന്നോട് പറയാതെ
നിങ്ങളിങ്ങനെ നീറുന്നത് എനിക്ക് കാണാൻ വയ്യ. ഞാനും ഈ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ? അവരുടെ കണ്ണുകളിലെ സ്നേഹത്തിനും ആകുലതയ്ക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ മാധവൻ മേനോന് കഴിഞ്ഞില്ല. അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു. രാഘവന്റെ കഥ, തന്റെ തെറ്റായ വിധി, ഇപ്പോഴുണ്ടായ ഭീഷണി, എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സരസ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും ആ മുഖത്ത് ഒരു ഭയവുമുണ്ടായിരുന്നില്ല. പകരം ഒരുതരം നിശ്ചയദാർഢ്യമാണ് തെളിഞ്ഞത്. അവർ അദ്ദേഹത്തിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എനിക്ക് എന്റെ ഭർത്താവിനെയോർത്ത് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. ഇപ്പോഴും അതുതന്നെ, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. പക്ഷേ അത് തിരുത്താൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വലിയവർ. അവർ തുടർന്നു, നിങ്ങൾ പഠിച്ച നിയമം സത്യത്തിനു വേണ്ടിയാണെങ്കിൽ ആ സത്യം നിങ്ങൾ വെളിപ്പെടുത്തണം. എന്ത് നഷ്ടം വന്നാലും ഞാൻ കൂടെയുണ്ടാകും. നമ്മുടെ മോളെക്കുറിച്ചോർത്ത് ഭയക്കണ്ട. സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരെ ഈശ്വരൻ കൈവിടില്ല. സരസ്വതിയുടെ വാക്കുകൾ ഒരു മരുന്നുപോലെയാണ് അദ്ദേഹത്തിന്റെ ഭയത്തെ ഇല്ലാതാക്കിയത്. താൻ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് പുതിയൊരു കരുത്ത് നൽകി. ഇനി പിന്നോട്ടില്ല. പുതിയ ആത്മവിശ്വാസത്തോടെ മാധവൻ മേനോനും ഗോപാലൻ പിള്ളയും അന്വേഷണം ഊർജിതമാക്കി. ഇത്തവണ അവരുടെ ലക്ഷ്യം അഡ്വക്കേറ്റ് നമ്പ്യാരായിരുന്നു. ഗോപാലൻ പിള്ള തന്റെ പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് നമ്പ്യാരുടെ ഭൂതകാലം അരിച്ചുപെറുക്കി. ിലധികം വൈകാതെ ആദ്യത്തെ കണ്ണി കണ്ടെത്തി. രാഘവൻ അറസ്റ്റിലാകുന്നതിന് തൊട്ടുമുൻപ് ക്ഷേത്രത്തിലെ തേരുപണിയുടെ മുഴുവൻ കോൺട്രാക്റ്റും അയാൾക്കായിരുന്നു. എന്നാൽ അതോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക നിലയം പണിയാനുള്ള വലിയൊരു പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ടായിരുന്നു. അതിന്റെ മേൽനോട്ട ചുമതലയും രാഘവന്റെ സത്യസന്ധത പരിഗണിച്ച് അയാൾക്ക് നൽകാമെന്ന് കമ്മിറ്റി വാക്കാൽ ഉറപ്പു നൽകിയിരുന്നു. ഗോപാലൻ പിള്ള കണ്ടെത്തിയ നിർണായക വിവരം ഇതായിരുന്നു. അന്ന് നമ്പ്യാരുടെ ജൂനിയറായിരുന്ന ഒരു വക്കീൽ രാഘവന്റെ ബിസിനസ്സിൽ ഒരു ചെറിയ പങ്കാളിയായിരുന്ന ഒരാളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. രാഘവൻ ജയിലിലായ ശേഷം ആ സാംസ്കാരിക നിലയത്തിന്റെ കോൺട്രാക്റ്റ് പോയത് ആ ബിസിനസ് പങ്കാളിയുടെ പേരിലുണ്ടായിരുന്ന ഒരു കമ്പനിക്കാണ്. ആ കമ്പനിയുടെ നിയമോപദേശകൻ അഡ്വക്കേറ്റ് നമ്പ്യാരായിരുന്നു. ചിത്രം വ്യക്തമാവുകയായിരുന്നു. രാഘവനെ കേസിൽ കുടുക്കിയത് ആ വലിയ കോൺട്രാക്റ്റ് തട്ടിയെടുക്കാനായിരുന്നു. നമ്പ്യാരും രാഘവന്റെ പങ്കാളിയും ചേർന്നൊരുക്കിയ കെണിയായിരുന്നു അത്. നിരപരാധിയായ ഒരു കലാകാരനെ ബലി നൽകി അവർ ലക്ഷങ്ങൾ കൊയ്തു. സത്യം ഏതാണ്ട് പൂർണ്ണമായി തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കെ എതിരാളികളുടെ സമ്മർദ്ദവും കൂടി വന്നു. അവർ കൂടുതൽ അപകടകാരികളായി. ഒരു ദിവസം വൈകുന്നേരം ജഡ്ജിയുടെ മകൾ കോളേജിൽ നിന്ന് വരുമ്പോൾ ഒരു ബൈക്ക് അവളെ പിന്തുടർന്നു. അവളെ ഭയപ്പെടുത്താനെന്നോണം വളരെ അരികിലൂടെ ഓടിച്ചുപോയി. അതിലും ഭീകരമായ സംഭവം നടന്നത് അന്ന് രാത്രിയാണ്. മാധവൻ മേനോൻ ലൈബ്രറിയിലിരുന്ന് ചിന്തയിലാണ്ടിരിക്കുമ്പോൾ പുറത്ത് ഒരു വലിയ ശബ്ദം കേട്ടു. ആരോ എറിഞ്ഞ ഒരു കല്ല് ജനൽച്ചില്ല് തകർത്ത് അകത്തു വന്ന് വീണിരുന്നു. ആ കല്ലിൽ ഒരു കടലാസ് കഷണം ചുറ്റിയിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം അതെടുത്തു നിവർത്തി. അതിൽ ചുവന്ന മഷിയിൽ എഴുതിയിരുന്നു, ഇതൊരു മുന്നറിയിപ്പാണ്. അടുത്തത് നിന്റെ മകളായിരിക്കും. മാധവൻ മേനോൻ സ്തബ്ധനായി നിന്നു. ഭീഷണികൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിലുകൾ തകർത്ത് അകത്തെത്തിയിരിക്കുന്നു. ശത്രുക്കൾക്ക് എത്ര വേണമെങ്കിലും താഴാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ ആ നിമിഷം ഭയമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആണിക്കത്തുന്ന ഒരു കോപമായിരുന്നു. ഒരു പിതാവിന്റെ കോപം, നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ വേദന. ഇനി പിന്നോട്ടു പോയാൽ താൻ തോൽക്കുന്നത് ഈ ക്രിമിനലുകളോടല്ല, തന്റെ മനസാക്ഷിയോടായിരിക്കും. ഈ പോരാട്ടം ജയിച്ചേ മതിയാവൂ. രാഘവനു വേണ്ടി മാത്രമല്ല, തന്റെ കുടുംബത്തിനു വേണ്ടിയും ജനൽച്ചില്ല് തകർത്ത ആ കല്ല് ജസ്റ്റിസ് മാധവൻ മേനോന്റെ മനസ്സിലെ അവസാനത്തെ ഭയത്തെയും തകർത്തുകളഞ്ഞു. ഇനി ചർച്ചകളില്ല, ഒത്തുതീർപ്പുകളില്ല, യുദ്ധം മാത്രം. പക്ഷേ അത് നിയമത്തിന്റെ വഴിയിലൂടെ മാത്രം പോയാൽ വർഷങ്ങളെടുക്കും. തെളിവുകൾ ദുർബലപ്പെടുത്താനും സാക്ഷികളെ ഇല്ലാതാക്കാനും നമ്പ്യാരെപ്പോലൊരു ക്രിമിനലിന് എളുപ്പം സാധിക്കും. തനിക്ക് വേണ്ടത് പെട്ടെന്നൊരു പരിഹാരമാണ്. അദ്ദേഹം ആദ്യം ചെയ്തത് സരസ്വതിയെയും മകളെയും ബാംഗ്ലൂരിലുള്ള അവരുടെ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റിയതാണ്. അവരുടെ സുരക്ഷയായിരുന്നു പ്രധാനം. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ വലിയ വീട്ടിൽ അദ്ദേഹം തനിച്ചായി. പക്ഷേ ആ ഏകാന്തത അദ്ദേഹത്തിനൊരു പുതിയ ധൈര്യം നൽകി. അദ്ദേഹം ഗോപാലൻ പിള്ളയെ വിളിപ്പിച്ചു. പിള്ളേ, നമ്മൾ അവരെ നേരിട്ട് കാണുന്നു. സർ, അത് അപകടമാണ്. അപകടം ഇനിയിപ്പോൾ അവർക്കാണ്. പിള്ള അഡ്വക്കേറ്റ് നമ്പ്യാരെ വിളിക്കണം. ജസ്റ്റിസ് മാധവൻ മേനോന് സംസാരിക്കാനുണ്ടെന്ന് പറയണം, കല്ലൂർ കേസിനെക്കുറിച്ച്.
എന്റെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ടെന്നും അത് പോലീസിന് കൈമാറുന്നതിന് മുൻപ് അവസാനമായി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അറിയിക്കണം. അയാളുടെ പങ്കാളിയോടും വരാൻ പറയണം. അവർ വരും, കാരണം ഞാൻ എന്ത് തെളിവാണ് കയ്യിലുള്ളതെന്ന് അറിയാൻ അവർക്ക് ആകാംക്ഷയുണ്ടാകും. ഗോപാലൻ പിള്ള ജഡ്ജിയുടെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ചു. ഭയവും ആകാംക്ഷയും കലർന്ന സ്വരത്തിൽ നമ്പ്യാർ ആ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം ജഡ്ജിയുടെ വീട്ടിൽ വെച്ച് അഡ്വക്കേറ്റ് നമ്പ്യാരും അയാളുടെ പങ്കാളിയായ ബിസിനസ്സുകാരൻ വർഗീസും മാധവൻ മേനോന്റെ വീട്ടിലെത്തി. അവരുടെ മുഖത്ത് ധാർഷ്ട്യമുണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ ഭയമുണ്ടെന്ന് മാധവൻ മേനോന് മനസ്സിലായി. അദ്ദേഹം അവരെ തന്റെ ലൈബ്രറിയിലേക്ക് ക്ഷണിച്ചു. ഒരു കാലത്ത് നീതിയുടെ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്ന അതേ മുറിയിൽ നീതി നിഷേധത്തിന്റെ പ്രതീകങ്ങൾ വന്നിരുന്നു. മേശപ്പുറത്ത് ഒരു ടേപ്പ് റെക്കോർഡർ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ അദ്ദേഹം ഓൺ ചെയ്തു വെച്ചിരുന്നു. എന്തിനാണ് ഞങ്ങളെ വിളിപ്പിച്ചത്? നമ്പ്യാർ ധിക്കാരത്തോടെ ചോദിച്ചു. മാധവൻ മേനോൻ ശാന്തനായിരുന്നു. ഇരിക്കൂ. 20 വർഷം മുൻപ് നമ്മൾ അവസാനിപ്പിച്ച ഒരു കഥ പൂർത്തിയാക്കാൻ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. കല്ലൂർ ഗ്രാമം രാഘവന്റെ തേരുപണി, അപ്രതീക്ഷിതമായി വന്ന കോൺട്രാക്ട്, ചന്ദ്രൻ എന്ന സാക്ഷിയുടെ തിരോധാനം, കേസ് കഴിഞ്ഞപ്പോൾ വർഗീസിന്റെ കമ്പനിക്ക് ലഭിച്ച പുതിയ കോൺട്രാക്ട്. ഓരോന്നും ഒരു മുത്തുമാലയിലെ മുത്തുകൾ പോലെ അദ്ദേഹം കോർത്തെടുത്തു. നിങ്ങൾക്കൊരു തെറ്റുപറ്റി നമ്പ്യാരെ, ജഡ്ജി തുടർന്നു. രാഘവൻ ഒരു പാവം ശില്പി മാത്രമാണെന്ന് നിങ്ങൾ കരുതി. പക്ഷേ അയാൾ ഒരു കലാകാരനായിരുന്നു. ഒരു കലാകാരനെ ഇല്ലാതാക്കാം, പക്ഷെ അയാളുടെ കലയെ ഇല്ലാതാക്കാൻ കഴിയില്ല. ആ ഗ്രാമത്തിലെ ഓരോ മനുഷ്യന്റെ മനസ്സിലും രാഘവന്റെ സത്യസന്ധതയുടെ ഒരു ശില്പം ഇന്നുമുണ്ട്. വർഗീസിന്റെ മുഖം വിയർത്തു തുടങ്ങി. നമ്പ്യാർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ നിങ്ങളുടെ ഭാവനയല്ലേ ജഡ്ജി? എന്ത് തെളിവാണുള്ളത്? തെളിവ്? മാധവൻ മേനോൻ പുഞ്ചിരിച്ചു. തെളിവ് ഞാൻ ഉണ്ടാക്കുകയല്ല, കണ്ടെത്തുകയാണ് ചെയ്തത്. ചന്ദ്രനെ മുംബൈയിൽ നിന്നും കണ്ടെത്താൻ അത്ര പ്രയാസമൊന്നുമില്ല. നിങ്ങളുടെ ബിനാമി ഇടപാടുകളുടെ രേഖകൾ ആവുത്തിറക്കാനും. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു തെളിവുണ്ട്. നിങ്ങളുടെ ഈ ഭയം. ഒരു നിരപരാധിക്ക് നഷ്ടപ്പെട്ട 20 വർഷങ്ങൾ. ആ വാക്കുകൾ നമ്പ്യാരുടെ പ്രതിരോധം തകർത്തു. വർഗീസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. ഞാനല്ല, നമ്പ്യാരാണ് എല്ലാം പ്ലാൻ ചെയ്തത്. എന്നെ ഭീഷണിപ്പെടുത്തിയതാ. അതൊരു കുറ്റസമ്മതമായിരുന്നു. ടേപ്പ് റെക്കോർഡറിലെ ചുവന്ന ലൈറ്റ് മിന്നിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ കേരളം ഞെട്ടിയുണർന്നത് ഒരു വാർത്ത കേട്ടാണ്. ജസ്റ്റിസ് മാധവൻ മേനോൻ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ മുഴുവൻ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടി. ക്യാമറകൾക്ക് മുന്നിൽ യാതൊരു ഭാവഭേദവുമില്ലാതെ അദ്ദേഹം നിന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ന്യായാധിപനായിട്ടല്ല, തെറ്റുതിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു. രാഘവന്റെ കേസ്, തന്റെ പിഴവ്, പിന്നീട് നടന്ന അന്വേഷണം, നമ്പ്യാരുടെയും വർഗീസിന്റെയും ഗൂഢാലോചന. തന്റെ സംഭാഷണം റെക്കോർഡ് ചെയ്ത ടേപ്പും മറ്റു രേഖകളും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഒരു നിരപരാധിക്ക് നീതി നൽകുന്നതിൽ പരാജയപ്പെട്ട എനിക്ക് ഈ പദവിയിൽ തുടരാൻ യാതൊരു യോഗ്യതയുമില്ല. എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഈ കറുത്ത അധ്യായത്തിന് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ എന്റെ രാജി സമർപ്പിക്കുകയാണ്. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. സ്വന്തം തെറ്റ് ഏറ്റുപറഞ്ഞ് ഒരു ന്യായാധിപൻ പദവിയൊഴിയുന്നു. ആത്മാഭിമാനത്തിന്റെ മുറിവുകൾ ഏറ്റുവാങ്ങി ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അത്. മാധവൻ മേനോന്റെ വെളിപ്പെടുത്തൽ ഒരു കൊടുങ്കാറ്റുപോലെയാണ് സമൂഹത്തിൽ ആഞ്ഞടിച്ചത്. നിയമസംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു. നമ്പ്യാരും വർഗീസും അറസ്റ്റിലായി. കേസ് പുനരന്വേഷിച്ച് ദിവസങ്ങൾക്കുള്ളിൽ കോടതി രാഘവനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി. പക്ഷെ മാധവൻ മേനോന്റെ ദൗത്യം അവിടെ തീർന്നിരുന്നില്ല. ഇപ്പോൾ ഒരു സാധാരണ പൗരനായ അദ്ദേഹം തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗമെടുത്ത് രാഘവന് താമസിക്കാനായി ഒരു ചെറിയ വീട് വാങ്ങി. എന്നാൽ രാഘവന്റെ കണ്ണുകളിലെ ശൂന്യത അപ്പോഴും മാറിയിരുന്നില്ല. നഷ്ടപ്പെട്ട ജീവിതം എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക? അദ്ദേഹത്തിന് ഒരേയൊരു വഴിയേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. രാഘവന്റെ മകൾ ഗൗരിയെ കണ്ടെത്തുക. ഗോപാലൻ പിള്ളയുടെ സഹായത്തോടെ അദ്ദേഹം ആ അന്വേഷണം ആരംഭിച്ചു. അതൊരു എളുപ്പമുള്ള ദൗത്യമായിരുന്നില്ല. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിരുന്നു. ഒടുവിൽ, മാസങ്ങളുടെ അലച്ചിലിനൊടുവിൽ അവർ അവളെ കണ്ടെത്തി. കോയമ്പത്തൂരിലെ ഒരു തുണിമില്ലിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഉപേക്ഷിച്ച് ഒരു കുഞ്ഞുമായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയായി ഗൗരി മാറിയിരുന്നു.
മാധവൻ മേനോൻ നേരിട്ടു പോയാണ് ഗൗരിയെ കണ്ടത്. ആദ്യം അവൾക്കൊന്നും വിശ്വസിക്കാനായില്ല. മരിച്ചുപോയെന്ന് കരുതിയ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം അവളെ സ്തബ്ധയാക്കി. മാധവൻ മേനോൻ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹം ഗൗരിയെയും അവളുടെ കുഞ്ഞിനെയും കൂട്ടി രാഘവന്റെ അടുത്തേക്ക് വന്നു. രാഘവൻ തന്റെ പുതിയ വീടിന്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു. ദൂരെ നിന്ന് വരുന്നവരെ അയാൾ ശ്രദ്ധിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മുന്നോട്ട് നടന്നുവരുന്ന ആ സ്ത്രീരൂപത്തെ അയാൾ തിരിച്ചറിഞ്ഞു. കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിലും ഒരച്ഛന് തന്റെ മകളെ തിരിച്ചറിയാൻ ഒരു നിമിഷം മതിയായിരുന്നു. മോളെ, ഗൗരി! അയാളുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് വീണു. വർഷങ്ങളായി അടക്കിവെച്ച കണ്ണുനീർ അണപൊട്ടിയൊഴുകി. അച്ഛനും മകളും ആലിംഗനം ചെയ്തു നിന്നപ്പോൾ കാലം മായ്ച്ചുകളഞ്ഞ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങുകയായിരുന്നു. മാധവൻ മേനോൻ ദൂരെ മാറി നിന്ന് ആ രംഗം നോക്കിക്കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കുറച്ചുകഴിഞ്ഞ് രാഘവൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആ പഴയ ശൂന്യതയില്ലായിരുന്നു. പകരം നനവാർന്ന ഒരു കൃതജ്ഞതയുണ്ടായിരുന്നു. സാർ, അയാൾക്ക് വാക്കുകൾ കിട്ടിയില്ല. ഞാനൊന്നും ചെയ്തില്ല രാഘവ. എന്റെയൊരു കടം, അത് വീട്ടി എന്നു മാത്രം മാധവൻ മേനോൻ പറഞ്ഞു. രാഘവൻ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. സാറ് എന്റെ ജീവിതം തിരികെ തന്നില്ല, പക്ഷേ ജീവിക്കാൻ ഒരു കാരണം തന്നു. ആ വാക്കുകൾ മതിയായിരുന്നു മാധവൻ മേനോന്. തനിക്ക് നഷ്ടപ്പെട്ടത് ഒരു പദവിയും സ്ഥാനവുമാണ്, പക്ഷെ തിരികെ കിട്ടിയത് ആത്മാവിന്റെ വെളിച്ചമാണ്. നീതിയുടെ പുസ്തകങ്ങളിൽ എഴുതിയ 1000 വിധികളേക്കാൾ വലുതായിരുന്നു തിരുത്തിയെഴുതിയ ആ ഒരൊറ്റ ജീവിതം.